ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനി. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ റീസെൻറ്റ് സാലറി സ്ലിപ്പ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സാലറി സ്ലിപ്പ് ഞാൻ കാണിക്കുന്നില്ല, അത് ഹൈലി കോൺഫിഡൻഷ്യൽ ആണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എനിവേ അതിനകത്തുള്ള കണ്ടൻറ്റ് ഡീറ്റെയിൽസ് ആയിട്ട്, അതായത് എൻ്റെ കയ്യിൽ എത്ര നെറ്റ് പേ ആഫ്റ്റർ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ എത്ര കിട്ടുന്നു, എത്രയാണ് കിട്ടേണ്ടിയിരുന്നത് കട്ടിങ് ഇല്ലായിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ ഈ മന്തിലെ സാലറി കുറവാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ എൻ്റെ ഡ്യൂട്ടി റോട്ട ജസ്റ്റ് ഞാൻ എടുത്ത് നോക്കി, കുറവാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്. അപ്പം റോട്ടയിൽ കാണിച്ചേക്കുന്ന അനുസരിച്ച് ഒരു 4 ഡ്യൂട്ടി അവർ സബ്മിറ്റ് ചെയ്തിട്ടില്ല പേറോളിലേക്ക് ഡ്യൂട്ടി സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഡ്യൂട്ടി, അതായത് ഞാൻ UK വന്ന് ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം നമ്മളിവിടെ പഞ്ചിനും പഞ്ച് ഔട്ടും ഒന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പോൾ എങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ജോലിക്ക് വരുന്നുണ്ടോ, കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ എങ്ങനെ ഇവർ കണ്ടുപിടിക്കുന്നുള്ളത് എൻ്റെ വലിയൊരു ഡൗട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ റോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ് മാനേജർ, നമ്മുടെ നാട്ടിലെ ഇൻചാർജ് സിസ്റ്ററോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് നമ്മുടെ വാർഡ് മാനേജറാണ്. അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ടീം ലീഡർ എന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ഡ്യൂട്ടിയിലും നമുക്ക് ഓരോ ഹെഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ, അതായത് കോർഡിനേറ്റേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്, ഓരോ ഷിഫ്റ്റിൻ്റെ ഹെഡിന്. അപ്പോൾ കോർഡിനേറ്റേഴ്സാണ് കറക്റ്റായിട്ട് മേക്ക് ഷുവർ ചെയ്യുന്നത് വാർഡ് മാനേജറുടെ ആബ്സെൻസിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തുന്നു, കറക്റ്റ് ടൈമിൽ പോകുന്നു. നമ്മൾ എന്തെങ്കിലും അവിടെ ടൈമിൽ വൈകി വരുമോ, നേരത്തെ പോവും, അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരത് കറക്റ്റായിട്ട് വാർഡ് മാനേജറുമായിട്ട് റിപ്പോർട്ട് ചെയ്യും. നമ്മൾ ഒരു ദിവസം വരാതിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ പഞ്ചില്ല, അപ്പോൾ ആരും അറിയില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ പോവാതിരിക്കാമെന്ന് വിചാരിച്ചു. ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർഡ് മാനേജറെ അല്ലെങ്കിൽ വാർഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളുമായിട്ട് നല്ല റാപ്പോർട്ടുള്ള വാർഡ് മാനേജറോ ആണെങ്കിൽ ഒരു സമയം കഴിഞ്ഞ് നമ്മളെ കാണാതായിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിച്ചു വയ്ക്കുകയാണ്, 8 മണിക്ക് നിന്നെ കാണേണ്ടതായിരുന്നല്ലോ, എന്തുകൊണ്ട് നീ എത്തിയില്ല. അപ്പോൾ നമുക്കിപ്പോൾ ബസ് കിട്ടിയില്ല, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് റീസൺ പറയാം, ഇങ്ങനെ പറ്റിപ്പോയി നമുക്ക് പറഞ്ഞ് നമുക്ക് അപ്പോളജൈസ് ചെയ്യാം. ബസ്സൊക്കെ കിട്ടാതെ വരും അല്ലെങ്കിൽ ഡിലേ ആകുന്നത് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രയറായിട്ട് അവരെ വിളിച്ചു പറയുക. അവരിങ്ങോട്ട് അന്വേഷിക്കുന്നതിനേക്കാളും മുന്നേ ഒരു 10-15 മിനിറ്റ് മുന്നേ നമ്മൾ വിളിച്ചു പറയുക, എനിക്കിങ്ങനെ ബസ് പോയി, ഞാൻ വരാനായിട്ട് ഇത്ര മിനിറ്റ് ലേറ്റ് ആകുമായിരിക്കും, അപ്പോളജീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിച്ചു പറയാം. അപ്പോൾ അവരതനുസരിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ കുറേയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അവരതനുസരിച്ച് സ്റ്റാഫിനെ അഡ്ജസ്റ്റ് ചെയ്തോളും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഡ്യൂട്ടിക്ക് ചെല്ലുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പ്രോപ്പറായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ ഓരോ ഡ്യൂട്ടിയും കഴിഞ്ഞ് കഴിയുമ്പോൾ, 1-2 ഡ്യൂട്ടി കഴിയുമ്പോൾ, ഓരോ ഡ്യൂട്ടി കഴിയുമ്പോഴോ വാർഡ് മാനേജറുടെ ഡ്യൂട്ടിയാണ് ഇന്ന ഓരോ ഡ്യൂട്ടികൾ പേറോളിലേക്ക് സബ്മിറ്റ് ചെയ്യുക. അവരത് ഫൈനലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി റോട്ട്, ഓൺലൈനായിട്ടുള്ള ഡ്യൂട്ടി റോട്ട്, അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്തൊരു ലോക്കിൻ്റെ സൈൻ, നമ്മുടെ കീ ലോക്കുള്ള ലോക്കിൻ്റെ സൈൻ അതിൽ വരും. അവരത് ഫൈനലൈസ് ചെയ്ത് സബ്മിറ്റഡ് ടു പേറോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിനകത്ത് വരും മന്ത് എൻഡ് ആകുമ്പോഴേക്കും. അത് നമുക്ക് കാണാൻ പറ്റും എത്ര ഡ്യൂട്ടികൾ അവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അത് കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള പേയ്മെൻറ്റ് കിട്ടുള്ളൂ. എൻ്റെ ഡ്യൂട്ടി റോട്ടിൽ ഇപ്പോൾ ഞാൻ എടുത്ത് നോക്കിയപ്പോൾ 4 ഡ്യൂട്ടികൾ, അതായത് 2 മിഡ് ലോങ് ഡേകൾ 9:30 to 8 ഉള്ളതും 2 ലേറ്റ് ഷിഫ്റ്റുകളും അവർ സബ്മിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെന്തെങ്കിലും റീസൺ ഉണ്ടാവും. അത് അവർ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അവരത് കറക്റ്റായിട്ട് ഡീൽ ചെയ്തോളും എന്നുള്ളത് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് പേയ്മെൻറ്റ് കുറഞ്ഞത് എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. ഇനി നമുക്ക് പേയ്മെൻറ്റിലേക്ക് പോകാം. അപ്പോൾ എൻ്റെ ഈ മാസത്തെ സാലറി എന്ന് പറഞ്ഞാൽ 2340 പൗണ്ടാണ്. 2300, ശരിക്കും പറഞ്ഞാൽ എനിക്ക് 2894 പൗണ്ട് ആയിരുന്നു ഈ മാസത്തെ എൻ്റെ സാലറി കിട്ടേണ്ടത്. ഇനി എൻ്റെ ബേസിക് സാലറി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേസിക് എൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 30,609 പൗണ്ടാണ്. അത് ഇയർലി ആണ് കേട്ടോ, 30,000 എന്ന് പറയുമ്പോൾ. അതെൻ്റെ ബേസിക്, അതായത് എൻ്റെ ബാൻഡ് റോൾ അനുസരിച്ചുള്ള എൻ്റെ ബേസിക് പേയ്മെൻ്റ് ആണ്. അപ്പോൾ എൻ്റെ ബാൻഡ് റോളിലുള്ള എല്ലാവരുടെയും ബേസിക് പേയ്മെൻറ്റ് ഇതായിരിക്കും. ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ സാലറി എന്ന് പറഞ്ഞാൽ 14,000 സംതിങ് തൊട്ട് 17,000 സംതിങ് വരെ ആയിരുന്നു. അതായത് എൻ്റെ ബാൻഡ് 4 റോളിൽ ഞാൻ എൻ്റെ പിന്ന് കിട്ടുന്നോടം വരെയുള്ള എൻ്റെ ടൈമിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സാലറി ബാൻഡ് അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് 17,000 തൊട്ടായി, 17,000 വന്ന് നിന്നു. അവിടെ നിന്ന് പിന്നെ 17,000 തൊട്ട് 24 വരെ ആയിരുന്നു എനിക്ക് ബാൻഡ് 5 ആയിട്ട്
പിന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള എൻ്റെ സാലറി. അപ്പോൾ 24,000 നിന്നാണ് എൻ്റെ ബാൻഡ് 5ൻ്റെ ജേർണി തുടങ്ങിയത്. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24,000 നിന്ന് തുടങ്ങിയിട്ട് പല തവണ ഇപ്പം നമുക്ക് എന്താ പറയുക, നഴ്സിംഗ് സ്ട്രൈക്കുകൾ കഴിഞ്ഞു, അങ്ങനെ പല റിവ്യൂകൾ കഴിഞ്ഞിട്ടാണ് ഇപ്പം 30,000 എത്തി നിൽക്കുന്നത്. പോരാത്തിന് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ബോട്ടം ബാൻഡ് 5 ആയിരുന്നു, ബാൻഡ് 5ൻ്റെ ഏറ്റവും ബോട്ടം ആയിരുന്നു. ബോട്ടം ബാൻഡ് 5 ആയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. പ്രീവിയസ് എക്സ്പീരിയൻസ് ഒട്ടും ഉണ്ടായിരുന്നില്ലെന്നല്ല, ഒരു 2 ഇയേഴ്സ് താഴെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ്. ആ 2 ഇയേഴ്സ് താഴെയുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും ജൂനിയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് ആണ് 2 ഇയേഴ്സ് താഴെയുള്ള എക്സ്പീരിയൻസ്. ബാക്കി എൻ്റെ കൂടെ കയറിയവർക്ക് ഫോർ എക്സാമ്പിൾ ഒരു 14-17 വർഷത്തെ ഔട്ട്സൈഡ് എക്സ്പീരിയൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രീസിൽ ഇത്രയും ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഡയറക്റ്റ് ഒരു മിഡ് ബാൻഡ് 5ലേക്കായിരിക്കും എടുക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം കൊണ്ട് അവർ ഒരു പക്ഷേ അപ്പർ ബാൻഡ് 5 എത്തിയിട്ടുണ്ടാവും. അപ്പർ ബാൻഡ് 5 എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് 50 വയസ്സായാലും 60 വയസ്സായാലും 65 വയസ്സായാലും സെയിം സാലറി തന്നെ. ഇപ്പം ഞാൻ ഇപ്പോൾ മിഡ് ബാൻഡ് 5 നെക്സ്റ്റ് ഇയറോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഇയറോ ഞാൻ അപ്പർ ബാൻഡ് 5 എത്തിയെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് 55 വയസ്സാകുന്നതുവരെ 60 വയസ്സാകുന്നതുവരെ ഞാൻ ബാൻഡ് 5 ആണെങ്കിൽ എനിക്ക് സെയിം സാലറിയാണ്. എനിക്ക് എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് പിന്നീട് അങ്ങോട്ട് എനിക്ക് സാലറിയിൽ കൂടുതൽ ഒന്നും തന്നെ ഇല്ല. പക്ഷേ നമ്മളതിൻ്റെ റോള് നമ്മുടെ മാറാണ്. ഇപ്പോൾ ബാൻഡ് 5ൽ നിന്ന് നമ്മൾ 5.5 അല്ലെങ്കിൽ 6 ബാൻഡ് 6 അല്ലെങ്കിൽ 7 അങ്ങനെ നമ്മുടെ റോള് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ സാലറിയിൽ മാറ്റം വരും. ഇപ്പം റോള് മാറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളൊരു വാർഡ് നഴ്സ് ചെയ്യുന്ന ഒരു ICU നഴ്സ് ആയെന്ന് കരുതുക, അല്ലെങ്കിൽ ഒരു ഡയബറ്റിക് നഴ്സോ അങ്ങനെ എന്തെങ്കിലും റോള് മാറ്റത്തിൽ നമുക്ക് സാലറി വരുന്നില്ല. നമ്മുടെ ബാൻഡ് മാറ്റം, അതായത് 5ൽ നിന്ന് 5.5 5.5 നിന്ന് 6 ആയാലും മാത്രമേ നമ്മുടെ സാലറിയിൽ മാറ്റം വരുന്നുള്ളൂ. പക്ഷേ ഈ റോൾ അനുസരിച്ച് സാലറിയിൽ മാറ്റം വരും. അതായത് ICU നഴ്സിനോ അല്ലെങ്കിൽ തിയേറ്ററിലുള്ളൊരു നഴ്സിനോ അങ്ങനെ റോൾ അനുസരിച്ച് മാറ്റം വരും. നിങ്ങളിപ്പോൾ ഒരു ഏജൻസി നഴ്സാണ്, നിങ്ങളിപ്പം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ ഡ്രോപ്പ് ചെയ്തു, നിങ്ങൾ ഏജൻസിയിൽ മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഒരു തിയേറ്റർ നഴ്സിനാണെങ്കിൽ ഒരു 500 pounds ആയിരിക്കും പെർ ഡേ സാലറി എന്ന് കൂട്ടിക്കുക, അല്ലെങ്കിൽ 450 to 500. അപ്പോൾ ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നേരത്തെ അങ്ങനത്തെ ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതൊരു പോയിന്റ് വരെ അവർ കട്ട് ഓഫ് ചെയ്തേക്കുക. കാരണം ഞാൻ നേരത്തെ ഉള്ള വീഡിയോസിൽ പറഞ്ഞു, ബാങ്ക് ആൻഡ് ഏജൻസി ഡ്യൂട്ടീസ് അവർ കംപ്ലീറ്റ് ഒരു പരിധി വരെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാങ്ക് ആൻഡ് ഏജൻസി സ്റ്റാഫിന് ഡ്യൂട്ടി, അതായത് ജോബ് ഒരു പരിധി വരെ ഇല്ല. എന്നാൽ ഏജൻസിയൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ട്. പണ്ടത്തെ അത്രയും സുലഭമായിട്ട് കിട്ടുന്നില്ല. നമ്മുടെയൊക്കെ ട്രസ്റ്റിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ, ഏജൻസി ബാങ്കൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സിക്ക് വന്നു, അല്ലെങ്കിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ മാത്രമാണ് ഇപ്പോൾ ബാങ്കൊക്കെ ഉള്ളത്. അതിപ്പം ബാങ്ക് പുറത്തേക്കൊന്നും വിടുന്നില്ല, നമ്മുടെ വാർഡിനകത്ത് തന്നെ അവർ ഹാൻഡിൽ ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പം നമ്മുടേതായ ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിനകത്ത് അവർ അനൗൺസ് ചെയ്യും, ഇന്ന ഷിഫ്റ്റിൽ ഒരാൾ കുറവുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഷിഫ്റ്റ് എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും തന്നെ, അതായത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് ആരെങ്കിലും തന്നെയാണ് ഷിഫ്റ്റ് എടുക്കാറ്. മിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇപ്പം അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ബാക്ക് ടു സാലറി. എൻ്റെ ബാൻഡ്, അതായത് എൻ്റെ ഇയർലി സാലറി, ബേസിക് സാലറി എന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ 30,000 സംതിങ് ആണ് ഇപ്പോഴത്തെ എൻ്റെ ലെവൽ അനുസരിച്ച് എൻ്റെ ബേസിക് സാലറി. അപ്പോൾ അതിൽ നിന്ന് ഒരു മന്തിൽ കിട്ടേണ്ടതിൽ നിന്നാണ് ഈ 2,800 സംതിങ് ഞാൻ മുമ്പ് പറഞ്ഞ പൗണ്ട്, അതിപ്പോൾ ഞാൻ മറന്നു കേട്ടോ, 2,800 സംതിങ് പൗണ്ട് ആയിരുന്നു എനിക്ക് കിട്ടേണ്ട പേയ്മെൻറ്റ്. അതിനകത്ത് നിന്ന് 500 സംതിങ് എനിക്ക് റിഡക്ഷൻസ് വന്നിട്ടുണ്ട്, ഡിഡക്ഷൻസ്. അപ്പോൾ ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ഇൻഷുറൻസും പേയും മാത്രം, അതായത് അവരുടെ ടാക്സും കാര്യങ്ങളും മാത്രമേ എനിക്ക് കട്ടിങ് വന്നിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 200 സംതിങ് കൂടെ ഞാൻ പെൻഷനായിട്ട് കൂടെ കൊടുക്കേണ്ടതാണ്. പക്ഷെ ഞാൻ പെൻഷൻ ഒരു പോയിന്റ് എത്തിയപ്പോൾ വിഡ്രോ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ പെൻഷന് വേണ്ടി അടയ്ക്കുന്നില്ല. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറൊരു സ്റ്റോറിയാണ്. അത് 2 ഇയറിന് മുമ്പ് നമുക്ക് പെൻഷൻ വിഡ്രോ, അതായത് പെൻഷൻ സ്കീം നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെ നമ്മൾ പേ ചെയ്ത പെൻഷൻ മുഴുവൻ നമുക്ക് വിഡ്രോ ചെയ്യായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു 2 ഇയർ, അത് നമുക്ക് 2 ഇയർ വരെ പറ്റുള്ളൂ. 2 ഇയർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ അവർ മണി തരില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞാൻ 2 ഇയറിന് മുമ്പ് പെൻഷൻ ക്യാൻസൽ ചെയ്തു. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാഷ് ഞാൻ വിഡ്രോ ചെയ്തിരുന്നു. അപ്പോൾ ഇനി എനിക്ക് വേണമെങ്കിൽ വീണ്ടും പെൻഷൻ സ്കീമിലേക്ക് റീ എൻറ്റർ ചെയ്യാം.
അപ്പോൾ നമുക്ക് ഭാവിയിലേക്ക് പെൻഷൻ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പെൻഷൻ സ്കീമിലേക്ക് റീ എൻറ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിതുവരെ ബാക്ക് റീ എൻറ്റർ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ പെൻഷൻ അടയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ 2300, അതായത് 500 പൗണ്ട് മാത്രമുള്ള റിഡക്ഷൻ വന്നത്. ഇല്ലെങ്കിൽ എനിക്ക് 700 പൗണ്ട് റിഡക്ഷൻ വരേണ്ടതായിരുന്നു. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2300 വന്നിരിക്കുന്നത് തന്നെ എൻ്റെ ബേസിക് പേയ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലും കുറവാണ്. ഞാനിത് സാറ്റർഡേ സൺഡേ അതുപോലെ തന്നെ നൈറ്റ് അങ്ങനെയുള്ള ഷിഫ്റ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് 2300. ജസ്റ്റ് ഒരു പേയ്മെൻറ്റ്, ഒരു കമ്പാരിസണും കൂടെ നടത്തിക്കോട്ടെ. ലാസ്റ്റ് മന്തിൽ എൻ്റെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 2800 ആയിരുന്നു. അത് ലാസ്റ്റ് മന്തിൽ എനിക്ക് 2800 കിട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ എന്താ പറയുക, ട്രസ്റ്റിൽ വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഷിഫ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട്, അതായത് 2 എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്തത് കൊണ്ടായിരുന്നു ലാസ്റ്റ് മന്ത് എനിക്ക് 2800 കയറിയത്. ഈ മാസം ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റ്, അതായത് എക്സ്ട്രാ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഈ മാസത്തെ സാലറിയുടെ കൂടെ ക്രെഡിറ്റ് ആയിട്ടില്ല. അത് അടുത്ത മാസത്തെ സാലറിയുടെ കൂടെ ആയിരിക്കാം ക്രെഡിറ്റ് ആവുന്നത്. അപ്പോൾ അടുത്ത മാസത്തെ സാലറി വരുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ബേസിക് സാലറിയുടെയും നമ്മുടെ കട്ടിങ്സിൻ്റെയും കിടപ്പ്. അപ്പോൾ ഈ ഒരു ബേസിക് സാലറി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ ബാൻഡ് 5നും കിട്ടുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ സൺഡേസോ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റുകൾ പൊതുവേ ഞാൻ അങ്ങനെ എൻകറേജ് ചെയ്യാറില്ല ചെയ്യാനായിട്ട്. എനിക്ക് ഡേ ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം നൈറ്റിനേക്കാളും കൂടുതൽ. വല്ലപ്പോഴും 1-2 നൈറ്റ് ഞാൻ ചെയ്യാറുള്ളൂ. അത് ജസ്റ്റ് എൻ്റെ സാലറി ഒരുപാട് താഴേക്ക് പോവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത് നൈറ്റ് ചെയ്യുന്നത്. വീക്കെൻഡ് ഞാൻ അത്യാവശ്യം ചെയ്യാറുണ്ട്. വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഷിഫ്റ്റാണ് കമ്പയർഡ് ടു നോർമൽ ഡേയ്സ്. അപ്പോൾ നൈറ്റും വീക്കെൻഡും മറ്റുള്ള വാർഡുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതലുള്ളത് കൊണ്ട് അവർക്ക് എന്നെക്കാളും സാലറി കൂടുതലുള്ളവരായിരിക്കും വാർഡുകളിൽ വർക്ക് ചെയ്യുന്നത്, ICUയിൽ വർക്ക് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഉള്ളവർ. ഇപ്പോൾ തിയേറ്ററിലാണെങ്കിലും തിയേറ്ററിൽ നൈറ്റും വീക്കെൻഡും ഒക്കെ കുറവായതുകൊണ്ട് എഗെയിൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവരുടെ സാലറി അങ്ങനെ, അതായത് ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്ത് നിങ്ങളിപ്പോൾ ഒരു OPDയിലാണെങ്കിൽ OPDയിൽ നൈറ്റ് ഇല്ല, ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ. അതുപോലെ തന്നെ എൻഡോസ്കോപ്പി പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നൈറ്റ് ഇല്ല. അപ്പം അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ ബേസ് ചെയ്ത് നമ്മുടെ സാലറി ഒരു ബാൻഡ് 5ൻ്റെ ആണെങ്കിൽ കൂടിയും കുറഞ്ഞിരിക്കും. എന്നിരുന്നാൽ കൂടിയും മോസ്റ്റ് ഓഫ് ദ വാർഡുകളിൽ ICUയിൽ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെല്ലാം വർക്ക് ചെയ്യുന്നവർക്ക് എൻ്റെ ഒരു അസംഷൻ ശരിയാണെങ്കിൽ ഇതിനേക്കാളും കൂടുതലാണ് സാലറി. കാരണം ഞാൻ വാർഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന സാലറി വാർഡിൽ വെച്ച് എനിക്ക് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലോവർ ബാൻഡ് 5 ആയിരുന്നു. അപ്പോൾ പക്ഷേ ഞാൻ എൻ്റെ വീഡിയോസിൽ പറയാറുള്ളത് പോലെ രാവിലെ എന്താ പറയുക 9:30 ആകുമ്പോൾ എണീറ്റ് ആടിപ്പാടി പോയാൽ മതി, അല്ലെങ്കിൽ 12 മണിയുടെ ഷിഫ്റ്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഒരുപാട് എല്ലാത്തിനും മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യുന്നൊരു ജോബാണ്, ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു ജോബാണ്. ഇതിനു മുമ്പ് വാർഡിലായിരുന്നപ്പോൾ കുറച്ചും കൂടെ സ്ട്രെസ്ഡ് ആയിട്ടായിരുന്നു ഞാൻ ജോബ് ചെയ്തുകൊണ്ടിരുന്നത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും നമുക്ക് സ്ട്രെസ്സായിരുന്നു, പോകുമ്പോഴും സ്ട്രെസ്സായിരുന്നു. അതായത് നമ്മൾ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ടായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് മെൻ്റലായിട്ടും ഫിസിക്കലായിട്ടും വർക്ക് കൂടുതലായിരുന്നു. എപ്പോഴും ഓടി നടന്ന് ജോലി ചെയ്യണമായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി റിലാക്സ്ഡ് ആണ്, സാലറി കുറവാണ് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എനിവേ അതാണ് നമ്മുടെ സാലറി സ്ലിപ്പിൻ്റെ എക്സ്പ്ലനേഷൻ. പ്രോപ്പറായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പ്രോപ്പറായിട്ട് സാലറി സ്ലിപ്പ് ഒന്നും സ്ക്രീനിൽ കാണിക്കാതെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ ഓവറോൾ കണ്ടൻറ്റ് ഇതാണ്. അപ്പോൾ ഒരു ബാൻഡ് 5 നേഴ്സിന് എങ്ങനെ പോയാലും ഒരു 2000 പൗണ്ട്സ് കൂടുതൽ ഇൻ ഹാൻഡ് കിട്ടുന്നുണ്ട്. അതാണ് നമ്മുടെ ബേസിക് പേ. ഒരു 2000 എന്ന് ഞാൻ പറഞ്ഞാലും ഒരു 2200 അല്ലെങ്കിൽ 300 തൊട്ട് 2800 ഇടയ്ക്കുള്ളൊരു പേയ്മെൻ്റ് ആണ് ഒരു ബാൻഡ് 5 നേഴ്സിന് UK കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ സിംഗിളാണോ അല്ലെങ്കിൽ ഫാമിലി ആണോ. ഇപ്പോൾ കപ്പിൾസ് ആയിട്ടുള്ളവരെക്കാളും എക്സ്പെൻസ് കൂടുതലായിരിക്കും 2-3 കുട്ടികളുള്ളവർക്ക്. അതുപോലെ തന്നെ സ്വന്തമായിട്ട് വീടുള്ളവരുടെ എക്സ്പെൻസ് ആയിരിക്കില്ല വാടക കൊടുത്ത് കിടക്കുന്നവർക്ക്. ഇപ്പോൾ സ്വന്തമായിട്ട് വീടുള്ളവർക്കാണെങ്കിൽ അവർ മോർഗേജ് പേ ചെയ്യുന്നവരുടെ എക്സ്പെൻസ് ആയിരിക്കില്ല മോർഗേജ് പേ ചെയ്ത് കഴിഞ്ഞവരുടെ. അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക, എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺ ആൻഡ് ദ ഫാമിലി. നമ്മൾ എങ്ങനെ നമ്മൾ
എക്സ്പെൻഡിച്ചർ എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ നമുക്ക് എക്സ്പെൻസ് വരുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ എനിവേ ബേസിക് പേയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ് എമൗണ്ട് ഒരാളുടെ കയ്യിൽ കിട്ടുന്നത്. പിന്നെ ടാക്സ് ഞാൻ പറഞ്ഞല്ലോ, ടാക്സ് ഇത്രയൊക്കെയാണ് വരുന്നത്. ഒരു 500 to 600 pounds ആണ് കട്ടിങ് ടാക്സ് ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ പെൻഷനും കൂടെ ഉണ്ടെങ്കിൽ ഒരു 200 സംതിങ് കൂടെ കൂടുതൽ വരും. അപ്പോൾ ഒരു 800 സംതിങ്ങിൻ്റെ അടുത്ത് 800ൻ്റെ അടുത്ത് വരുമായിരിക്കും കട്ടിങ്, 700 to 800. ഞാൻ നോർമലായിട്ട് എൻ്റെ സാലറി സ്ലിപ്പ് കിട്ടുമ്പോൾ എൻ്റെ നെറ്റ് പേ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ, എനിക്ക് എത്ര കിട്ടും. ഞാൻ സാലറി സ്ലിപ്പിലേക്ക് ഒരു പരിധി വരെ നോക്കാറില്ല. എനിക്ക് എന്തെങ്കിലും സംശയങ്ങൾ വന്നാൽ മാത്രമേ ഞാൻ സാലറി സ്ലിപ്പിലേക്ക് നോക്കാറുള്ളൂ. എൻ്റെ ബാർക്ലേസ് ആപ്പിൽ, എൻ്റെ ബാങ്കിൻ്റെ ആപ്പിലേക്ക് മണി ക്രെഡിറ്റ് ആയി കഴിയുമ്പോൾ അതിനകത്താണ് ഞാൻ എടുത്ത് നോക്കുന്നത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ, ഞാൻ പേ സ്ലിപ്പിലേക്ക് നോക്കാറില്ല. സാറ്റിസ്ഫൈഡ് അല്ല, എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ട് എന്ന് എനിക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പേ സ്ലിപ്പും, ഇന്നിപ്പോൾ അങ്ങനെ സംശയം വന്നുകൊണ്ടാണ് എൻ്റെ ഡ്യൂട്ടി റോട്ടയൊക്കെ ഞാൻ എടുത്ത് നോക്കിയത്. അപ്പം ഇതാണ് എല്ലാവരുടെയും ബേസിക് പേ. അവിടെ നിന്ന് വരുന്ന എക്സ്പെൻഡിച്ചർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.